الحمد رب العالمين. الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد بن عبد الله وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين ثم أما بعد. പ്രിയമുള്ളവരെ, ദജ്ജാലിനെ സംബന്ധിച്ച് അൽ മസീഹു ദജ്ജാൽ എന്ന് പറയുന്ന ആ സൃഷ്ടിയെ സംബന്ധിച്ചാണ് സ്വഹീഹായിട്ടുള്ള ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ദജ്ജാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കദ്ദാബ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കളവ് പറയുന്നവൻ, കള്ളം പറയുന്നവൻ, വ്യാജവാദി എന്നൊക്കെ അർത്ഥം നൽകാവുന്ന വാക്കാണ് ദജ്ജാൽ. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് എന്ന് പറയുന്നത് 157 നമ്പറായിട്ടുള്ള വചനം. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തഖൂമു സ്സാഅതു ഹത്താ യുബഅസ ദജ്ജാലൂന കദ്ദാബൂൻ. ലാ തഖൂമു സ്സാഅതു ഹത്താ യുബഅസ ദജ്ജാലൂന കദ്ദാബൂന ഖരീബും മിൻ 30 കുല്ലുഹും യസ്അമു അന്നഹു റസൂലുള്ളാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, 30ഓളം ദജ്ജാലുകൾ, ദജ്ജാലൂന കദ്ദാബൂന, പെരും കള്ളം പറയുന്ന വ്യാജവാദികളായിട്ടുള്ള 30ഓളം ആളുകൾ നിയോഗിക്കപ്പെടാതെ, 30ഓളം ദജ്ജാലുകൾ നിയോഗിക്കപ്പെടാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വാദിക്കും. അപ്പോൾ പെരും കള്ളം പറയുന്ന വ്യാജവാദികളായിട്ടുള്ള ഒരുപാട് ദജ്ജാലുകൾ ഉണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 30ഓളം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും അവർ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വാദിക്കും എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു ഹദീസിൽ കാണാം, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. അവസാന കാലഘട്ടത്തിൽ പെരും കള്ളം പറയുന്ന, വമ്പിച്ച നുണകൾ പറയുന്ന വ്യാജവാദികൾ ഉണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, കഴിഞ്ഞ കാലഘട്ടങ്ങളും ഇപ്പോൾ വർത്തമാനകാലവും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കള്ളം പറയുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന വ്യാജന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആൾ ദൈവങ്ങളായി വിലസുന്നവർ ഉൾപ്പെടെ, മന്ത്രവാദികളായി വിലസുന്നവർ ഉൾപ്പെടെ, അങ്ങനെ പെരും കള്ളം പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേരിൽ പോലും പണ്ഡിതന്മാരുടെ വേഷം പോലും ധരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന കള്ളം പറയുന്ന വ്യാജവാദികളുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ചില ആൾ ദൈവങ്ങൾ അവരെ ശൂന്യതയിൽ നിന്ന് രത്നമോതിരം, അതുപോലെ തന്നെ ലഡു, ജിലേബി തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നൽകിയപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ, ചിന്തകന്മാരായ ആളുകൾ പോലും അത്തരം ആൾ ദൈവങ്ങളുടെ മുന്നിൽ പോയി സാഷ്ടാംഗം നമിക്കുകയും അത്തരം ആൾ ദൈവങ്ങൾ അവർ വലിയ ആശാ കേന്ദ്രമാണെന്ന് വിശേഷിപ്പിക്കുകയുമൊക്കെ
ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ എന്ന് മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും, നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും വമ്പിച്ച വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഉന്നതതല ഉദ്യോഗ തസ്തികകൾ വഹിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗാർത്ഥികളുടെ എന്താ പറയുക, ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിരുന്ന ആളുകൾ പോലും ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ മുന്നിൽ പോയിക്കൊണ്ട് സാഷ്ടാംഗം നമിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ചുരുക്കി പറയുവാനുള്ളത്, ഇങ്ങനെയുള്ള ദജ്ജാലുകൾ, ഇങ്ങനെയുള്ള കദ്ദാബുകൾ ധാരാളമായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. നിലവിൽ പലരുമുണ്ട് വ്യാജവാദി എന്നർത്ഥത്തിൽ. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വാദിക്കുന്നവരുണ്ടാകും. നമ്മൾ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവസാന കാലഘട്ടത്തിൽ വരുന്ന കൊടിയ വ്യാജനായിട്ടുള്ള വലിയ കള്ളവാദിയായിട്ടുള്ള ആ ദജ്ജാലിനെ സംബന്ധിച്ചാണ്. ആ ദജ്ജാൽ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ആൾ ദൈവങ്ങൾ ഉൾപ്പെടെയുള്ള ശൂന്യതയിൽ നിന്ന് രത്നമോതിരം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന കള്ളന്മാരായിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ നീചന്മാരെയും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള കടുത്ത പരീക്ഷണമായിരിക്കും അവസാന കാലഘട്ടത്തിൽ വരുന്ന ദജ്ജാലിനെ കൊണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അന്ന് ഒട്ടേറെ മനുഷ്യരുടെ ഈമാൻ നശിച്ചു പോകും. ധാർമ്മിക ചിന്തകളും ധർമ്മബോധവുമൊക്കെ തകർന്നടിയും. ലോകത്തെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഒരു പരീക്ഷണം തന്നെയായിരിക്കും ഈ ദജ്ജാൽ എന്ന് പറയുന്നത്. കാരണം അത്യത്ഭുതകരമായിട്ടുള്ള കഴിവുകൾ ആ ദജ്ജാലിനുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ആ ദജ്ജാലിനെ കുറിച്ച് അടയാളങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ദജ്ജാലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സഹീഹായ ഹദീസുകൾ വന്നിട്ടുള്ളത് നമുക്ക് പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സഹീഹ് മുസ്ലിമിൽ 2901 നമ്പർ വചനം. ആ വചനം എന്ന് പറയുന്നത്, അത് ഇന്ന സാഅത ലാ തകൂനു ഹത്താ തകൂന 10 ആയാത്ത്, ഖിയാമത്ത് നാള് ലോകാവസാനം 10 ദൃഷ്ടാന്തങ്ങൾ സംഭവിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. ഖസ്ഫുൻ ബിൽ മശ്രിഖി വ ഖസ്ഫുൻ ബിൽ മഗ്രിബി വ ഖസ്ഫുൻ ഫീ ജസീറത്തിൽ അറബ് വദ്ദുഖാനു വദ്ദജ്ജാലു വദാബത്തുൽ അർള് വയഅജൂജു വമഅജൂജു വതുലൂഉ ശംസി മിൻ മഗ്രിബിഹാ വനാറുൻ തഖ്റുജു മിൻ ഖുറതി അദനിൻ തർഹലുൻ നാസ്. ഇതാണ് ആ 10 അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, കിഴക്ക് ഒരു ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്ന ഒരു സംഭവമാണ്. വഖസ്ഫുൻ ബിൽ മഗ്രിബ്, മറ്റൊന്ന് പടിഞ്ഞാറ്. വഖസ്ഫുൻ ഫി ജസീറത്തിൽ അറബ്, അറേബ്യൻ ദ്വീപിൽ. അതുപോലെ വദ്ദുഖാൻ, പുകയുണ്ടാകുമെന്നാണ്. വദ്ദജ്ജാൽ, അതാണ് നമ്മുടെ വിഷയം. ദജ്ജാൽ വരും, അത് വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. വദാബത്തുൽ അർൾ, ഭൂമിയിൽ നിന്നുള്ള ഒരു മൃഗം, ഭൂമി പിളർന്നൊരു മൃഗം പൊന്തി വരിക. വയഅജൂജു വമഅജൂജ്, സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, യഅജൂജും മഅജൂജും. വതുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, കിഴക്കുതിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അങ്ങ് പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. വനാറുൻ തഖ്റുജു മിൻ ഖുറതി അദനിൻ, യമനിലെ പട്ടണത്തിൽ നിന്ന്, യമനിൽ നിന്ന് ആ ഒരു തീയ് വരും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെ അദൻ എന്ന് പറഞ്ഞാൽ വഅദനു മദീനത്തുൻ മഅറൂഫത്തുൻ മഷ്ഹൂറത്തുൻ ബിൽ യമൻ, യമനിൽപ്പെട്ട അറിയപ്പെടുന്ന പ്രസിദ്ധമായൊരു സ്ഥലമാണ് അദൻ. അപ്പോൾ അവിടെ നിന്നാണ് ആ തീ പുറപ്പെടുക എന്നുള്ളതാണ്. അത് ജനങ്ങളെ ഇങ്ങനെ സഞ്ചരിപ്പിക്കും എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ 10 അടയാളങ്ങൾ ഈ ഹദീസിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് ദജ്ജാൽ. ദജ്ജാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവ റജുലും മിൻ ബനി ആദം, ആദമിന്റെ സന്തതികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും ദജ്ജാൽ. യദ്ദഈ അന്നഹു റബ്ബുൽ ആലമീൻ, ആ ദജ്ജാൽ വാദിക്കുന്നത് താനാണ് സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് എന്നുള്ളതാണ്. അതെന്തിനാണ് അള്ളാഹു ഈ ദജ്ജാല് അഥവാ വ്യാജവാദി, ആ വ്യാജവാദിക്ക് ഇങ്ങനെ അള്ളാഹു തആല ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുള്ളത്? അത് ജനങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവസാന കാലഘട്ടത്തിലുള്ള വലിയൊരു പരീക്ഷണമാണ്. ആ ദജ്ജാലിന് അൽ മസീഹുദ് ദജ്ജാൽ എന്നാണ് പറയുക. അൽ മസീഹുദ് ദജ്ജാൽ. എന്താണ് ഈ മസീഹ് എന്ന് പറഞ്ഞാൽ? മസീഹ് എന്ന് ആ പേര് വിളിക്കാനുള്ള കാരണം, ഈ ദജ്ജാലിന്റെ വലതു കണ്ണ് അത് മായ്ക്കപ്പെട്ടതാണ്. മംസൂഹത്ത്, അതാണ് മസീഹ്, തുടക്കപ്പെട്ടത്, മായ്ക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് അൽ മസീഹ്. ആ ദജ്ജാലിന്റെ വലത് കണ്ണ് മായ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഅ്വർ, ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. അഅ്വർ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ. സഹീഹ് മുസ്ലിമിലെ 2933 നമ്പർ വചനം, അദ്ദജ്ജാലു മംസൂഹുൽ ഐൻ, ദജ്ജാൽ എന്ന് പറയുന്ന ആ വ്യാജവാദിയുടെ ഒരു കണ്ണ് അത് മായ്ക്കപ്പെട്ടിട്ടുണ്ട്, നീക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അൽ മസീഹ് എന്ന് പേര് വരാനുള്ള കാരണം, അൽ മസീഹുദ് ദജ്ജാൽ. എന്നാൽ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ദജ്ജാല് ഭൂമി മുഴുക്കെ ദജ്ജാല് സഞ്ചരിക്കുന്ന, ഇല്ലാ മക്കത വൽ മദീന, മക്കയും മദീനയും ഒഴികെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ദജ്ജാല് കടന്നു വരും. അപ്പോ ഇങ്ങനെ ഭൂമിയിൽ എല്ലായിടത്തും കടന്നു വരുന്ന, സഞ്ചരിക്കുന്ന ഒന്ന് എന്നുള്ള നിലക്ക് അൽ മസീഹ് എന്ന് പറയപ്പെടുന്നു എന്നും വ്യാഖ്യാനമുണ്ട്. അപ്പോൾ അൽ മസീഹുദ് ദജ്ജാൽ, മസീഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായത്, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വ്യാഖ്യാനം ഒരു കണ്ണ് മായ്ക്കപ്പെട്ടത് എന്നാണ്. അതുകൊണ്ടാണ് അൽ മസീഹ് എന്ന് വന്നിട്ടുള്ളത്. അൽ മസീഹുദ് ദജ്ജാൽ, ഒറ്റക്കണ്ണനായിട്ടുള്ള വ്യാജവാദി. അപ്പോൾ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കദ്ദാബാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ആ ദജ്ജാലിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്, പ്രിയമുള്ളവരെ, ഒറ്റക്കണ്ണനാണ്. അപ്പോൾ ദജ്ജാലിന്റെ പല പ്രവൃത്തിയും കണ്ടിട്ട് ആളുകൾ ആ ദജ്ജാലിൽ വിശ്വസിക്കും, അതാണ് റബ്ബ് എന്ന് വിശ്വസിക്കും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, റബ്ബിനെ നമുക്ക് ഈ ഭൗതിക ലോകത്ത് കാണാൻ വേണ്ടി പറ്റില്ല. ലൻ തറൗ റബ്ബക്കും ഹത്താ തമൂതൂ, നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് വെച്ച് നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുക സാധ്യമല്ല, കാണുകയേയില്ല എന്നാണ്. ഹത്താ തമൂതൂ, മരണം വരെ. അതൊക്കെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ സത്യവിശ്വാസികൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഭൗതിക ലോകത്തോ ഒരാൾക്കും കാണാൻ വേണ്ടി കഴിയില്ല. അത് വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തു അൻആം 103-ാമത്തെ സൂക്തത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് അവനെ കണ്ടെത്താൻ കഴിയില്ല, അവൻ കണ്ണുകളെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. അത് ആ ഒരു സംവിധാനം നമ്മുടെ കണ്ണിനില്ല, ഈ ഭൗതിക ലോകത്ത് അതിനുള്ള അവസരമില്ല. എന്നാൽ അള്ളാഹുവിനോ വഹുവ യുദ്രികുൽ അബ്സാർ, അള്ളാഹു നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദജ്ജാൽ എന്ന് പറയുന്ന ആ വ്യാജവാദിയുടെ പല കഴിവുകളും കണ്ടുകൊണ്ട് അത് ദൈവമാണ്, റബ്ബുൽ ആലമീനാണ്, ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭൗതിക ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു വചനം. അത് സഹീഹുൽ ബുഖാരിയിലെ 4402 നമ്പർ വചനമാണ്.
ആ വചനം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുകയാണ്. അദ്ദേഹം പറയാണ്, ഖാല കുന്നാ നതഹദ്ദസു ബിഹജ്ജത്തിൽ വദാ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അളുഹുരിനാ. ഞങ്ങൾ ഹജ്ജത്തുൽ വദാഇനെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്, പ്രവാചകൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. വലാ നദ്രി മാ ഹജ്ജത്തുൽ വദാ ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി. ഞങ്ങൾക്ക് ഹജ്ജത്തുൽ വദാ അറിയുമായിരുന്നില്ല, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു? ഫഹമിദല്ലാഹു വഅസ്ന അലൈഹി, അള്ളാഹുവിനെ പുകഴ്ത്തുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. സുമ്മ ദക്കറൽ മസീഹ ദജ്ജാൽ, പിന്നീട് ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു. ഫഅതുനബ ഫീ ദിക്രിഹി, ദജ്ജാലിനെ കുറിച്ചുള്ള വിവരണം ദീർഘിപ്പിച്ചു, ധാരാളമാക്കി. ഫഅതുനബ എന്ന് പറഞ്ഞാൽ ഐ അക്സറ എന്നർത്ഥം. വഖാൽ, എന്നിട്ട് പറയാൻ, മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഉമ്മതഹു, ഒരു പ്രവാചകനുമില്ല, ആ പ്രവാചകൻ തൻ്റെ സമുദായത്തെ ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ എന്നാണ്. അള്ളാഹു നിയോഗിച്ചയച്ച ഓരോ പ്രവാചകനും ദജ്ജാലിനെ കുറിച്ച് ഉണർത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്. അൻദറഹു നൂഹുൻ വന്നബിയ്യൂന മിൻ ബഅദിഹി, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാരും താക്കീത് ചെയ്തിട്ടുണ്ട്, തങ്ങളുടെ സമൂഹത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നർത്ഥം. വ ഇന്നഹു യഖ്റുജു ഫീക്കും, എന്നാൽ നബി പറയാണ്, ആ ദജ്ജാൽ നിങ്ങളിലാണ്, നിങ്ങൾക്കിടയിലാണ് പിന്നെ പുറപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ചുരുക്കത്തിൽ ആ ഹദീസിൽ പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇന്ന റബ്ബക്കും ലൈസ ബിഅഅവർ, തീർച്ചയായും നിങ്ങളുടെ റബ്ബെന്ന് പറയുന്നത് ഒറ്റ കണ്ണനല്ല. വ ഇന്നഹു അഅവറു ഐനൽ യുംന, വലത് കണ്ണാണ്, ഈ ദജ്ജാലിൻ്റെ വലത് കണ്ണാണ് പോയിട്ടുള്ളത് എന്നാണ്. കഅന്ന ഐനഹു ഇനബത്തുൻ ത്വാഫിയ, എന്നിട്ട് ഒരു ഉണങ്ങിയ മുന്തിരി ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെയാണ് ആ ദജ്ജാലിൻ്റെ കണ്ണ് എന്ന് ഇമാം ബുഖാരിയുടെ 4402 നമ്പർ വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഇവിടെ മറ്റൊരു വചനം, ഇന്നഹു ഖാരിജുൻ ഖല്ലത ബൈന ഷാമി വൽ ഇറാഖ്, ഇറാഖിൻ്റെയും ഷാമിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം പുറപ്പെടുക എന്നാ പറയുന്നത്. ഇന്നഹു ഷാബുൻ, ആ ദജ്ജാൽ എന്ന് പറയുന്നത് യുവാവാണ് എന്നാണ് ഇമാം മുസ്ലിമിൻ്റെ 2937 നമ്പർ വചനത്തിൽ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും, ഷാമിൻ്റെയും ഇറാഖിൻ്റെയും ഇടയിൽ നിന്നാണ് പുറപ്പെടുക എന്നും അതുപോലെ യുവാവാണ് എന്നും സഹീഹ് മുസ്ലിമിൽ 2937 നമ്പർ വചനമാണ്. മറ്റൊരു വചനം സഹോദരങ്ങളെ, സഹീഹ് മുസ്ലിമിൽ 2934, അൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദജ്ജാലു, ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ പറയാ. എന്നിട്ട് അവസാനം ജുഫാലു ഷഅരി മഅഹു ജന്നത്തുൻ വനാറുൻ ഫനാറുഹു ജന്നത്തുൻ വജന്നതുഹു നാറുൻ. ജുഫാലു ഷഅർ, ദജ്ജാലിൻ്റെ മുടി എന്ന് പറയുന്നത് ധാരാളം മുടിയുണ്ട് എന്നുള്ളതാണ്. ജുഫാലു ഷഅർ എന്ന് പറഞ്ഞാൽ ഐ കസീറുഹു എന്നർത്ഥം, ധാരാളം മുടിയുണ്ട്. മഅഹു ജന്നത്തുൻ വനാറുൻ, ആ ദജ്ജാലിൻ്റെ കൂടെ സ്വർഗവുമുണ്ട് നരകവുമുണ്ട്. എന്നാ സ്വർഗവും നരകമുണ്ടെന്ന് പറഞ്ഞാൽ ഫനാറുഹു ജന്ന, ആ പിന്നെ ദജ്ജാലിൻ്റെ അടുക്കൽ ഉള്ള ആ ഞാറ് എന്ന് പറയുന്ന തീ എന്ന് പറയുന്നത് അതാണ് ജന്നത്ത്. വജന്നത്തുഹു നാർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ദജ്ജാലിൻ്റെ അടുക്കലുള്ള ജന്നത്തോ അതാണ് നാറ്, അതാണ് തീ എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ, സഹീഹ് മുസ്ലിമിലെ 2934 നമ്പർ ആയിട്ടുള്ള വചനത്തിൽ കാണുന്നത്, അൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ല അന അഅലമു ബിമാ മഅദ് ദജ്ജാൽ മിൻഹു, ദജ്ജാലിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. മഅഹു നഹ്റാനി യജ്രിയാനി, ദജ്ജാലിൻ്റെ കൂടെ 2 പുഴകൾ, ഒഴുകുന്ന പുഴകളുണ്ട് എന്നാണ്. അഹദുഹുമാ റഅയൽ ഐൻ മാഉൻ അബിയൽ, വളരെ വ്യക്തമായിട്ട് പിന്നെ ഉള്ള കാണാവുന്ന ഒരു പിന്നെ വെള്ളം, മാ ഉൻ അബിയൽ, ഒരു പുഴയിൽ ഒരു അരുവിയിൽ എന്താണുള്ളത്? മാ ഉൻ അബിയൽ,
വെളുത്ത വെള്ളം. വൽ ആഖറു റഅയൽ ഐൻ നാറുൻ തഅജ്ജജ്, അതിങ്ങനെ ജ്വലിക്കുന്ന ഒരു തീയാണെന്ന് പറയാണ്. ഫഇമ്മാ അദ്റകന്ന അഹദുൻ ഫൽയഅതി النهر الذي يراه نارا فليغمض ثم يطأطئ رأسه فيشرب منه فإنه ماء بارد. അപ്പോൾ വെള്ളം കുടിക്കാൻ ആവശ്യമുള്ളവൻ എന്ത് ചെയ്യണം? ആ വെള്ളത്തിലേക്കല്ല പോകേണ്ടത്, നാറിലേക്കാണ് പോകേണ്ടത്. അത് കുടിക്കുക വേണ്ടത്. എന്നാൽ ഫഇന്നഹു മാഉൻ ബാരിദ്, ആ തീയായി കാണുന്നതാണ് തണുത്ത വെള്ളം. എന്നിട്ട് പറയുന്നു വഇന്ന ദജ്ജാല മംസൂഹുൽ ഐൻ, തീർച്ചയായും ദജ്ജാൽ എന്ന് പറയുന്നത് മംസൂഹുൽ ഐൻ, അതിൻ്റെ കണ്ണ് മായ്ക്കപ്പെട്ടതാണ്. അലൈഹാ ലഫറത്തുൻ ഗലീലത്തുൻ, ആ മായ്ക്കപ്പെട്ട കണ്ണ് ലഫറത്തുൻ ഗലീലത്തുൻ എന്ന് പറഞ്ഞാൽ ആ കണ്ണ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തൊലി കൊണ്ട് മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്നെഴുതിയിട്ടുണ്ട്. എഴുതിയെന്ന് മാത്രമല്ല, യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബിൻ, ആ കാഫിർ എന്നെഴുതിയത് എല്ലാ സത്യവിശ്വാസികളും വായിക്കും. എങ്ങനെയുള്ള ആളുകൾ? കാത്തിബിനും വഗൈരി കാത്തിബിൻ, അക്ഷരജ്ഞാനമുള്ളവനും അക്ഷരജ്ഞാനമില്ലാത്തവനും ആയിട്ടുള്ള ആളുകളൊക്കെ സത്യവിശ്വാസികളൊക്കെ വായിക്കും എന്നാണ്. അവിശ്വാസികൾ വായിക്കില്ല എന്ന് വേറെ പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, സഹീഹുൽ ബുഖാരിയിൽ 1881 വചനം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഹു ദജ്ജാൽ, ദജ്ജാൽ പ്രവേശിക്കാത്ത, കടന്നു ചെല്ലാത്ത ഒരു നാടുമില്ല. ഇല്ല മക്കത വൽ മദീന, മക്കയും മദീനയും ഒഴികെ. ലൈസ ലഹു മിൻ നിഖാബിഹാ നഖബുൻ, ആ മദീനയുടെ മക്കയുടെയൊക്കെ വഴികൾ, അതിർത്തി വഴികളുണ്ടല്ലോ, ആ വഴികളിൽ എന്താണ്? ഇല്ല അലൈഹിൽ മലായികതു സ്വാഫീന യഹ്റുസൂനഹാ, അതിൻ്റെ മക്കയുടെയും മദീനയുടെയും അതിർത്തികളിൽ, അങ്ങനെയുള്ള കവാടങ്ങളിൽ, വഴികളിൽ എന്തുണ്ട്? മലായിക്കത്തുകൾ അണിയായി നിൽക്കുന്നുണ്ട്. യഹ്റുസൂനഹ, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിന് സെക്യൂരിറ്റി എന്നുള്ള നിലക്ക്. എന്നിട്ട് സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ സുമ്മ തർജുഫുൽ മദീനതു ബി അഹ്ലിഹാ, മദീന മുനവ്വറ എന്ന് പറയുന്ന ആ മഹത്തായ പ്രദേശമുണ്ടല്ലോ, ആ നാട്, സുമ്മ തർജുഫുൽ മദീന, ഒന്നിങ്ങോട്ട് വിറപ്പിക്കും എന്നുള്ളതാണ്. ആരെക്കൊണ്ട്? ബി അഹ്ലിഹ, ആ നാട്ടിൽ വസിക്കുന്ന ആളുകളെ കൊണ്ട് വിറപ്പിക്കും. സലാസ റജഫാത്ത്, 3 വിറപ്പിക്കും. അങ്ങനെ ഫയുഖ്രിജുല്ലാഹു കുല്ല കാഫിരിൻ വ മുനാഫിഖിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സത്യനിഷേധിയെയും കപടവിശ്വാസിയെയും അവിടെ നിന്ന് പുറത്താക്കും എന്നുള്ളതാണ്. സഹീഹുൽ ബുഖാരിയിലെ 1881 നമ്പർ വചനം ആണ് ഇത് എന്ന് നമ്മൾ അറിയുക. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, സഹീഹുൽ ബുഖാരിയിൽ 1882 വചനം, അത് മഹാനായിട്ടുള്ള അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ? ഹദീസൻ തവീലൻ അനി ദജ്ജാൽ, റസൂല് ഞങ്ങളോട് ദജ്ജാലിനെ കുറിച്ച് ദീർഘമായി സംസാരിച്ചു. ഫകാന ഫീമാ ഹദ്ദസനാ ബിഹി അൻ ഖാൽ, അങ്ങനെ റസൂൽ പറയാണ്, യഅതി ദജ്ജാൽ, ദജ്ജാൽ വരും. വഹുവ മുഹറമുൻ അലൈഹി അൻ യദ്ഖുല നിഖാബൽ മദീന, മദീനയുടെ ആ വഴികളിൽ ദജ്ജാൽ പ്രവേശിക്കുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. മദീനയിലേക്ക് കടന്നു വരാൻ ദജ്ജാലിന് കഴിയില്ല. എന്നിട്ട് പറയാണ്, ബഅല സിബാഖില്ലതി ബിൽ മദീന, മദീനയുടെ ചില ഭാഗങ്ങളുണ്ട്, ഈ സിബാഖ് എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ അംശങ്ങളുള്ള ചെടികൾ മുളക്കാത്തതായിട്ടുള്ള പ്രദേശം. അങ്ങനെ ഫയഖ്റുജു ഇലൈഹി യൗമഇദിൻ റജുലുൻ ഹുവ ഖൈറുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തി
ആ ദിവസം പിന്നെ അങ്ങോട്ട് അവനിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ്. ഔമിൻ ഖൈരിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനായ ഒരു വ്യക്തി. ഫയഖൂൽ, അദ്ദേഹം പറയും, അഷ്ഹദു അന്നക ദജ്ജാൽ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു തീർച്ചയായും നീ ദജ്ജാലാണ്. അല്ലദീ ഹദ്ദസനാ അൻക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു, നിന്നെ റസൂലുള്ള ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായ ദജ്ജാലാണ് നീ. ഫയഖൂലു ദജ്ജാൽ, അപ്പോൾ ദജ്ജാൽ പറയും, അറഅയ്ത ഇൻ ഖതൽതു ഹാദാ, എന്താണ് ഈ വ്യക്തിയെ കൊന്നാൽ എന്താണ് താങ്കളുടെ, ഈ വ്യക്തിയെ ഞാൻ കൊന്നാൽ എന്തായിരിക്കും താങ്കളുടെ അഭിപ്രായം? സുമ്മ അഹ്യയ്തുഹു, പിന്നെ ഞാൻ കൊല്ലുക മാത്രമല്ല എന്നിട്ട് കൊന്ന ശേഷം ജീവൻ നൽകുകയും ചെയ്താൽ എന്തായിരിക്കും താങ്കളുടെ അഭിപ്രായം? ഹൽ തശുക്കൂന ഫിൽ അംർ, അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകുമോ? ഫയഖൂലൂന ലാ, അപ്പോൾ അവർ പറയാണ് ഇല്ല. അങ്ങനെ ഫയഖ്തുലുഹു സുമ്മ യുഹീഹി, അദ്ദേഹത്തെ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുകയാണ്. ഫയഖൂലൂന ഹീന യുഹീഹി, അപ്പോൾ ഫയഖൂലു ഹീന യുഹീ, അപ്പോൾ ആ ജീവിപ്പിച്ച സന്ദർഭത്തിൽ അത് പറയാണത്, വല്ലാഹി മാ കുൻതു ഖത്തു അശദ്ദ ബസീറതൻ മിന്നി അൽയൗം, ഇന്ന് അള്ളാഹു തന്നെയാണ് സത്യം, ഞാൻ ദൃഢമായി ബസീർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിന്നെക്കുറിച്ച് എന്നാണ് പറയുന്നത്. അങ്ങനെ ഫയഖൂലു ദജ്ജാൽ, ദജ്ജാല് പറയും എന്ത്? അഖ്തുലുഹു, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയാണ്. ആ മനുഷ്യനോട് വീണ്ടും പറയാണ്, ഞാൻ നിന്നെ കൊല്ലും. പക്ഷേ ഫല ഉസല്ലതു അലൈഹി, രണ്ടാമതൊന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ദജ്ജാലിന് കഴിയില്ല. ഇത് സഹീഹുൽ ബുഖാരിയിലെ 1882 നമ്പർ വചനമാണ്. സഹോദരങ്ങളെ, മറ്റൊരു വചനം ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 2237, ഇമാം ഇബ്നു മാജ 4072 നമ്പറുകളായിട്ട് കൊടുക്കുന്ന വചനം. അത് പറയുന്നത്, അദ്ദജ്ജാലു യഖ്റുജു മിൻ അർളിൽ ബിൽ മശ്രിഖി യുഖാലു ലഹാ ഖുറാസാൻ, ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ദജ്ജാല് പുറപ്പെടുക എന്നുള്ളതാണ്. യത്ബഉഹു അഖ്വാം, അദ്ദേഹത്തെ, ആ ദജ്ജാലിനെ കുറെ ജനങ്ങൾ എന്ത് ചെയ്യും? പിൻപറ്റും എന്നാണ്. കഅന്ന വുജൂഹഹുമുൽ മജാനുൽ മുത്രഖ, അവരുടെ മുഖങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിരൂപം നിറഞ്ഞിട്ടുള്ളതായിരിക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന് പ്രിയമുള്ളവരെ, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസുൻ ഇദാ ഖറജന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത മിൻ ഖബൽ ഔ കസബത ഫീ ഈമാനിഹാ ഖൈറൻ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, 3 കാര്യങ്ങളെങ്ങാനും പുറപ്പെട്ടാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത മിൻ ഖബൽ, മുമ്പ് വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാൾക്കും ആ കാര്യം പുറപ്പെട്ടിട്ട് പിന്നെ വിശ്വാസം ഉണ്ടായതുകൊണ്ട് പ്രയോജനമില്ല. അതായത് ആദ്യമേ ഈമാനുള്ളവരാണ് എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് വന്നത്, ഈ 3 കാര്യങ്ങൾ വന്നതിന് ശേഷം ഈമാൻ സ്വീകരിച്ചാലോ, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ആ ഈമാന് കൊണ്ട് പ്രയോജനമില്ല എന്നാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുക. വദ്ദജ്ജാലു, ദജ്ജാല് പുറപ്പെടുക. വദാബത്തുൽ അർള്, ഭൂമിയുടെ ആ മൃഗം ദാബത്തുൽ അർള് വരിക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈമാന് പ്രയോജനപ്പെടുകയില്ല എന്ന, മുമ്പ് വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് കുഴപ്പമുണ്ടാകുകയില്ല എന്ന, യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്. ഇത് സഹീഹ് മുസ്ലിമിലെ 158 വചനമാണ്. സഹോദരങ്ങളെ, ദജ്ജാലിനെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണമാണെന്ന ഒരു ഹദീസ് നിങ്ങൾ നോക്കൂ. സഹീഹ് മുസ്ലിമിൽ 2946 വചനം റസൂലുള്ള പറയാണ്, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅതി ഖൽഖുൻ അക്ബറു മിനദ് ദജ്ജാൽ. മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ, മഹാനായ ആദമിൻ്റെയും അതുപോലെ തന്നെ ലോകാവസാനത്തിൻ്റെയും ഇടയിൽ
ഏറ്റവും വലിയ ദജ്ജാലിനേക്കാൾ ഏറ്റവും വലിയൊരു സൃഷ്ടിയില്ല എന്നുവെച്ചാൽ ഒരു പരീക്ഷണമില്ല എന്നർത്ഥം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കഠിനമായ പരീക്ഷണമാണിത് എന്നാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം, അനബി റജുലിൻ ജഅദിൻ ഖാത്തോത്തിൻ എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായൊരു സൃഷ്ടിയായിരിക്കും, ജനങ്ങൾക്കതൊരു പരീക്ഷണവുമായിരിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ പറയണ്ടായി. ഈ ദജ്ജാലിനെ കുറിച്ച് പറയുന്നത് പ്രിയമുള്ളവരെ റജുലുൻ ഖസീറുൻ എന്നാണ്, യുവാവാണ് എന്ന് നേരത്തെ പറയണ്ടായി. അതോടൊപ്പം റജുലുൻ ഖസീറുൽ ഖാമ എന്ന് പറഞ്ഞാൽ കുറുതായ, വലിയ നീളമുള്ള ആളൊന്നുമല്ല, ഒരു കുറുതായ ആളായിരിക്കും എന്നാ. മുതബാഇദുൻ മാ ബൈന സാഖൈഹി, കണങ്കാലുകൾക്കിടയിൽ അകൽച്ചയുണ്ടാകുമെന്ന. മുംതലി ഉൽ ജിസ്മ്, ശരീരം അങ്ങനെ നിറഞ്ഞ് തുളുമ്പിയ ശരീരമായിരിക്കും എന്ന. ഷഅറുഹു കസീഫുൻ അജ്അദ്, ധാരാളം ഇടതൂർന്ന ചുരുണ്ട മുടി ഉണ്ടായിരിക്കുമെന്ന. വഹുവ അബിയലുൽ ബഷറ, അതുപോലെ വെളുത്ത തൊലിയുള്ള ചർമ്മമുള്ള വ്യക്തിയായിരിക്കുന്ന. വധു ജബ്ഹത്തിൻ അരീളത്തിൻ, നല്ല വിശാലമായ നെറ്റിത്തടമുണ്ടായിരിക്കും എന്നുള്ളതാ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട്. രണ്ട് കണ്ണുകൾക്കിടയിൽ മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ലാ യഖറഉഹാ ഇല്ലൽ മുഅ്മിൻ, അത് ആർക്ക് മാത്രമേ വായിക്കാൻ കഴിയുള്ളൂ? സത്യവിശ്വാസിക്ക് മാത്രമേ വായിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദജ്ജാൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. സ്വഹാബത്ത് ചോദിക്കാണ്, ഖുൽനാ യാ റസൂലല്ലാഹ് വമാ ലബ്സുഹു ഫിൽ അർള്, ഭൂമിയിൽ എത്ര കാലമാണ് ദജ്ജാൽ ജീവിക്കുക? ഖാല 40 യൗമാ, 40 ദിവസം എന്ന് പറയുകയുണ്ടായി. യൗമുൻ കസനത്തിൻ, അതിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ്. വയൗമുൻ കഷഹരിൻ, മറ്റൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസം പോലെയാണ്. വയൗമുൻ കജുമുഅ, മറ്റൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലെയാണ്. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സാധാരണ നമ്മുടെ ദിവസങ്ങളെ പോലെയാകുന്നു. സഹീഹ് മുസ്ലിമിലെ 2937. പ്രിയമുള്ളവരെ, ഇനി നമ്മളൊരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. ഈ ദജ്ജാൽ കടന്നു വന്നിട്ട് ജനങ്ങളൊക്കെ എന്ത് ചെയ്യും? റബ്ബുൽ ആലമീനാണ്, ഇലാഹാണ് എന്ന് പറയുക മാത്രമല്ല, തന്നെ ആരാധിക്കണമെന്ന് ദജ്ജാൽ ആവശ്യപ്പെടും. അങ്ങനെ ദജ്ജാലിന് ഏറ്റവും കൂടുതൽ പിൻപറ്റിയാരാണ്? അൽ യഹൂദു വൻ നിസാഉ വൽ അറാബ്. ദജ്ജാലിന് ഏറ്റവും കൂടുതൽ പിൻപറ്റുക യഹൂദ മതക്കാർ, അതുപോലെ സ്ത്രീ ജനങ്ങൾ, അതുപോലെ തന്നെ അറാബ്. അറാബ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണവാസികളായിട്ടുള്ള ആളുകൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ അസ്ഫഹാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള എത്രയോ 70,000 വരുന്ന എന്ന് പറഞ്ഞ ഒരുപാട് യഹൂദമത വിശ്വാസികൾ പിൻപറ്റുമെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, സഹീഹ് മുസ്ലിമിലെ മറ്റൊരു വചനത്തിൽ കാണുന്നത്, പ്രിയമുള്ളവരെ, ഈ ദജ്ജാൽ ഭൂമിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ വേഗത വളരെ വേഗത്തിലായിരിക്കും ഇത് സഞ്ചരിക്കുക എന്നുള്ളതാ. കൽ ഗൈസി ഇസ്തദ്ബറത്ഹു റീഹ് എന്ന് പറഞ്ഞാൽ ഒരു കാർമേഘം, മഴ, അതായത് കൽ മതരിൻ നാസിലില്ലദീ തദ്ഫഉ റീഹ്, ഈ കാറ്റ് മഴയെ കൊണ്ടുവരുന്ന രൂപത്തിലുള്ള ആ വേഗത്തിലായിരിക്കും ഈ ദജ്ജാൽ ഭൂമിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ദജ്ജാൽ മഴ വർഷിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷേ വെള്ളത്തിൽ വലായും പിതുഷജറ, സസ്യങ്ങൾ മുളക്കുകയില്ല എന്നാണ്. ഒരാളെ കൊല്ലും, പക്ഷേ മറ്റൊരാളെ കൊല്ലാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വജബലു ഖുബ്സിൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ജന്നത്തും നാറും
നെഹ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് സ്വർഗവും നരകവും പിന്നെ പുഴ, അതുപോലെ വെള്ളം, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വജബലു ഹുബ്സിൻ, റൊട്ടി, നിറയെ റൊട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് പ്രിയമുള്ളവരെ, ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ 23,684 വചനത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം, യരിദു ഫിഹാ കുല്ല മൻഹലിൻ ഇല്ലാ അർബഅ മസാജിദ്, 4 പള്ളികളിൽ ഒഴികെ അത് കടന്നു വരികയില്ല എന്നാ. ഒന്ന് മസ്ജിദുൽ ഹറാം, വ മസ്ജിദുൽ മദീന, വ തൂർ, വ മസ്ജിദുൽ അഖ്സാ. ഈ 4 പിന്നെ ഭാഗത്ത് കടന്നു വരികയില്ല എന്നാണ് ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ പറയുന്ന ഒരു വചനം. ജനങ്ങൾ ഈ ദജ്ജാലിൻ്റെ കൊടിയ പരീക്ഷണം സഹിക്കവയ്യാതെ എന്ത് ചെയ്യും? ലയഫിറന്നാസു മിന ദജ്ജാലി ഫിൽ ജിബാല്. സഹീഹ് മുസ്ലിമിൽ 2945 വചനത്തിൽ വന്നിട്ടുണ്ട്. ദജ്ജാലിൻ്റെ കെടുതിയിൽ നിന്ന്, ദജ്ജാലിൻ്റെ ആ പരീക്ഷണത്തിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്യും? മലകളിൽ പിന്നെ പോകുന്ന മലകളിലേക്ക് ഓടിപ്പോകും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വറഅദ് ദജ്ജാല ഫീ സൂറത്തിഹി റുഅ്യ ഐൻ ലൈസ റുഅ്യ മനാം. അതായത് നബി ഈ പിന്നെ ഉറക്കിൽ, സ്വപ്നത്തിലല്ല, നേർക്ക് നേരെ ദജ്ജാലിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ 3546 നമ്പർ ആയിട്ടുള്ള വചനമാണ് എന്ന് ആ വചനത്തിലാണുള്ളത്. അതുപോലെ ഈ ദജ്ജാലിനോട് യുദ്ധം ചെയ്യും. ആരാ യുദ്ധം ചെയ്യുക? സഹീഹ് മുസ്ലിമിലെ 2900 നമ്പറായിട്ടുള്ള ഹദീസിൽ കാണാം, തഗ്സൂന ജസീറത്തൽ അറബി ഫയഫ്തഹുഹ അല്ലാഹ്, ثم فارس فيفتحها الله، ثم تغزون الروم فيفتحها الله، ثم تغزون الدجال فيفتحه الله. അതായത് അറേബ്യൻ ഉപദ്വീപ്, അതിനോട് യുദ്ധം ചെയ്യേണ്ടി വന്നു നിങ്ങൾക്ക്. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകി. പേർഷ്യക്കാരോട് പോരാടേണ്ടി വന്നു, അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകി. അതുപോലെ റോമാ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യേണ്ടി വന്നു, അവിടെ നിങ്ങൾക്ക് വിജയം ലഭ്യമായി. സുമ്മ തഗ്സൂന ദജ്ജാൽ ഫയഫ്തഹുല്ലാഹ്, പിന്നീട് നിങ്ങൾ ദജ്ജാലിനോട് പോരാടും, അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും എന്ന് സഹീഹ് മുസ്ലിമിൽ 2900 നമ്പർ വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രിയമുള്ളവരെ, ദജ്ജാലിൻ്റെ കൊടിയ പരീക്ഷണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ആ ഹദീസ് എന്ന് പറയുന്നത് സഹീഹ് മുസ്ലിമിലെ 2938 നമ്പർ വചനമാണ്. ആ വചനത്തിൽ കാണാം, അതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്: ദജ്ജാൽ കടന്നു വരും. അപ്പോൾ സത്യവിശ്വാസികളിൽപ്പെട്ട ഒരാൾ ആ ദജ്ജാലിൻ്റെ അടുത്തേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ പിന്നെ ഫഇദാ റആഹുൽ മുഅ്മിനു, ആ സത്യവിശ്വാസി ദജ്ജാലിനെ കണ്ടാൽ പറയും, ഖാല യാ അയ്യുഹന്നാസ് ഹാദ ദജ്ജാലുല്ലദീ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇതാണ് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുള്ള ദജ്ജാൽ. അങ്ങനെ ഖാല ഫയഉമുറു ദജ്ജാലു ബിഹി ഫയുശബ്ബഹു, അങ്ങനെ ദജ്ജാൽ കൽപ്പിക്കുന്ന ആ സത്യവിശ്വാസിയായ മനുഷ്യനെ അടിക്കാൻ, മർദ്ദിക്കാൻ, അങ്ങനെ എന്ത് ചെയ്യും? ഫയഖൂലു ഖുദൂഹു വശുജ്ജൂഹു, അദ്ദേഹത്തിൻ്റെ വയറിനും അതുപോലെ മുതുകിലുമൊക്കെ പ്രഹരം നൽകും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ആ ദജ്ജാൽ ആ മനുഷ്യനെ മർദ്ദിക്കും. അവസാനം എന്നിട്ട് ചോദിക്കാണ്, അവമാ തുഅ്മിനു ബി, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖാല ഫയഖൂലു അൻതൽ മസീഹുൽ കദ്ദാബ്, അപ്പോൾ ആ സത്യവിശ്വാസിയായ ആൾ പറയും, നീ വ്യാജവാദിയായിട്ടുള്ള ആ മസീഹുദ് ദജ്ജാലാണ്, മസീഹുൽ കദ്ദാബാൻ എന്ന് പറയും. അങ്ങനെ ദജ്ജാൽ എന്ത് ചെയ്യും? ഫയുഉമറു ബിഹി ഫയുഉശറു ബിൽ മിഅ്ശാർ, മറ്റൊരു റിപ്പോർട്ടിൽ ബിൽ മിൻഷാർ എന്ന് വന്നിട്ടുണ്ട്. മിൻ മഫ്റഖിഹി ഹത്താ യുഫറഖ ബൈന റിജ്ലൈഹി. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ആ വ്യക്തിയുടെ മൂർധാവ് മുതൽ കാൽപാദം വരെ 2 ഭാഗങ്ങളായിട്ട് പിളർക്കും എന്നുള്ളതാണ്.
ഖാല സുമ്മ യംശി ദജ്ജാലു ബൈനൽ ഖിത്അതൈൻ, എന്നിട്ട് ആ പിളർത്തപ്പെട്ട രണ്ട് കഷ്ണങ്ങൾ, രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, അതിനിടയിലൂടെ ദജ്ജാൽ നടക്കും. എന്തിനാണത്? ഇതിനെ കൊന്നിട്ടുണ്ട്, ഇതിനെ രണ്ട് ഭാഗമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുമ്മ യഖൂലു ലഹു കും, പിന്നീട് പറയും എഴുന്നേൽക്കെന്ന് പറയും. അങ്ങനെ ഫയസ്തവി ഖായിമ, സുമ്മ യഖൂലു ലഹു കും ഫയസ്തവി ഖായിമ, ദജ്ജാൽ അവനോട് പറയും നീ എഴുന്നേൽക്കുക, അപ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കും ശരിയായ രൂപത്തിൽ. സുമ്മ യഖൂലു ലഹു അതുഅ്മിനു ബി, പിന്നീട് അവനോട് ചോദിക്കും നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? അപ്പോൾ ആ മനുഷ്യൻ പറയും മസ്ദദ്തു ഫീക ഇല്ലാ ബസീറ, എനിക്ക് നിന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള യഖീനായിട്ടുള്ള അറിവല്ലാതെ വർദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ ദജ്ജാലാണ്, മസീഹു ദജ്ജാലാണ് എന്നുള്ള ആ ഒരു ഉറപ്പ് എന്നിൽ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാണ് ആ സത്യവിശ്വാസിയായ മനുഷ്യൻ പറയുന്നത്. സുമ്മ യഖൂലു യാ അയ്യുഹന്നാസ് ഇന്നഹു ലാ യഫ്അലു ബഅദി ബിഅഹദിൻ മിനന്നാസ്, ആ സത്യവിശ്വാസി പറയാണ് ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തീർച്ചയായും ഈ ദജ്ജാല് എന്നെ കൊണ്ട് ചെയ്ത കാര്യം ജനങ്ങളിൽ മറ്റൊരാളെ കൊണ്ടും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഖാല ഫയഖുദു ദജ്ജാലു ലിയദ്ബഹു, അങ്ങനെ ദജ്ജാൽ എന്ത് ചെയ്യും? അവനെ എടുക്കും അറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫയുജഅല മാ ബൈന റഖബതിഹി ഇലാ തർഖൂതിഹി നുഹാസ, ദജ്ജാലിനെ അദ്ദേഹത്തെ അറക്കാൻ സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പിരടി ലോഹം പോലെയാക്കുന്ന അല്ലെങ്കിൽ ലോഹമാക്കും എന്നുള്ള. ഫലാ യസ്തതിഉ ഇലൈഹി സബീല, അങ്ങനെ അദ്ദേഹത്തെ അറക്കാനോ അതൊന്നിനും ദജ്ജാലിന് കഴിയുകയില്ല എന്നാണ്. ചുരുക്കത്തിൽ ആ ദജ്ജാൽ ആ മനുഷ്യനെ എറിയുകയാണെന്നാണ്. അങ്ങനെ എറിയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ തീയിലേക്കെറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ വ ഇന്നമാ ഉൽഖിയ ഫിൽ ജന്ന, തീയിലേക്കല്ല, നല്ല ഒരു സ്വർഗം പോലെയുള്ള ഒന്നിലേക്കാണ് എറിയുന്നത് എന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് റസൂലുള്ള പറയാണ് ആ മനുഷ്യനെ കുറിച്ച്, ഹാദാ അഅ്ളമുൻ നാസി ഷഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വമ്പിച്ച മഹത്വമേറിയിട്ടുള്ള സത്യസാക്ഷ്യമാണ് ഈ വ്യക്തിയുടേത് എന്ന് റസൂലുള്ള പറയാൻ. സഹീഹ് മുസ്ലിമിൽ 2938 നമ്പർ വചനമാണ്. സഹോദരങ്ങളെ, അപ്പം ഇങ്ങനെ ദജ്ജാലിനെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ, വലിയ പരീക്ഷണമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ദജ്ജാൽ എന്ന് പറയുന്നത് അവസാന കാലഘട്ടത്തിൻ്റെ അടയാളമാണ്. ദജ്ജാലിനെ കുറിച്ച് ഒട്ടനേകം സംഭവങ്ങൾ ദുർബലമായ ഹദീസുകളിൽ വരികയും ജനങ്ങൾക്കിടയിൽ അത് പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവസാനമായിട്ടൊരു കാര്യം കൂടെ ഉണർത്തുവാനുള്ളത്, ദജ്ജാലിൻ്റെ ആ ഫിത്നയിൽ നിന്ന്, കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നാണ്. ഒന്നാമത്തെ കാര്യം ശരിയായ വിശ്വാസമാണ്. 41-ാം അധ്യായത്തിലെ 30-ാമത്തെ സൂക്തം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുന്തും തുഅദൂൻ, അതായത് തീർച്ചയായും തങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച് നേരെ ചൊവ്വെ ജീവിക്കുക. അങ്ങനെ ജീവിച്ച ആളുകൾക്ക് മരണസമയത്ത്, പ്രിയമുള്ളവരെ, മരണം വരെ ആ ഈമാനോടുകൂടെ ജീവിക്കുക നേരെ ചൊവ്വേ. എങ്കിൽ മരണസമയത്ത് മലായിക്കത്തുകൾ വരും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ശരിയായ വിശ്വാസം എപ്പോഴും അതിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സഹീഹ് മുസ്ലിമിലെ 588-ാം നമ്പർ വചനം സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂല് 4 കാര്യങ്ങളിൽ നിന്ന് നിരന്തരം രക്ഷ തേടാറുണ്ടായിരുന്നു. ആയിഷാ റളിയല്ലാഹു പറയുന്നുണ്ട്, അവസാന കാലഘട്ടത്തിൽ റസൂലുള്ള ഈ നമസ്കാരത്തിൽ സലാം ചൊല്ലുമ്പോൾ അതിന് മുന്നോടിയായിട്ട് 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടുന്ന. അതെന്താണ്?
ഇദാ തശഹദ അഹദുക്കും ഫലിയസ്തഇദ് ബില്ലാഹ് മിൻ അർബ, നിങ്ങൾ അത്തഹിയാത്തിനിരിക്കുകയാണെങ്കിൽ 4 കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. നരകത്തിൻ്റെ അദാബെന്ന്, ഖബറിൻ്റെ അദാബെന്ന്, മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ പല പരീക്ഷണങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിൻ്റെ കെടുതിയിൽ നിന്ന്. അതുപോലെ മറ്റൊരു കാര്യം, അബൂദർദാ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന സഹീഹ് മുസ്ലിമിലെ 809 വചനം, മൻ ഹഫിള 10 ആയാതി മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ. ഇത് സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ, അത് അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടത് മനഃപ്പാടമാക്കിയാൽ ദജ്ജാലിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷ നൽകപ്പെടും എന്നുള്ള. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ വ്യാജവാദി എന്ന് ആണ് അതിൻ്റെ ശരിക്കും അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. അതോടൊപ്പം ദജ്ജാൽ 2 ഹറമുകളിൽ വരികയില്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക. അത് വളരെ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ, വിശ്വാസമുള്ള ആളുകൾ മക്ക, മദീന അവിടേക്ക് പ്രവേശിച്ചാൽ ദജ്ജാലിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ദജ്ജാലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദജ്ജാലുകളുടെ കെടുതിയിൽ നിന്നും, അവസാനം വരുന്ന ലോകാവസാനത്തിൻ്റെ വലിയ അടയാളമായിട്ട് വരുന്ന ആ ദജ്ജാലിൻ്റെ കെടുതിയിൽ നിന്നൊക്കെ നാം ഏവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.